2022 ആണ്ടിൽ വന്യനായ ജോർജ് തോമസ് അച്ഛൻ തുടങ്ങി വെച്ച ഈ സംരംഭത്തിന് പിന്തുണയ്ക്കുമായി അച്ഛനെ പ്രത്യേകം ശ്ലാഘിക്കുന്നു. തുടക്കത്തിൽ തന്നെ എനിക്കും ഒരു അവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ ഇന്നും സ്തുതിക്കുന്നു. വലിയ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു എന്നാണ് 119 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. ഓരോ അമ്മമാരും വളരെയധികം കഷ്ടപ്പെട്ടും ത്യാഗം സഹിച്ചുമൊക്കെയാണ് ഈ വചനവിചിന്തനത്തിനായി പ്രയത്നിച്ച് ഇവിടെ വന്ന് ഈ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്നത്. തിരികെ പോകുമ്പോൾ ഈ വലിയ കൊള്ള കിട്ടിയ ഒരു സന്തോഷം തന്നെയാണ് ഓരോരുത്തരുടെയും മുഖത്ത് നാം കാണുന്നത്. പ്രിയപ്പെട്ട അനമ ടീച്ചറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ടീച്ചർ സെന്റ് മേരീസ് സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്ത് റിട്ടയർ ചെയ്തു. ഫിസിക്കൽ സയൻസ് അധ്യാപികയായിരുന്നു. ടീച്ചറിന്റെ ഹസ്ബൻഡ് പ്രിയ തോമസ് അലക്സ് സാർ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർ ചെയ്തു. പ്രിയ മകൾ വൈകി വന്ന് വസന്തമായി ജനിച്ച പ്രിയ മരിയൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇന്ന് ജോലി പോകുന്നു. ടീച്ചറുടെ മകളുടെ ജനനം തന്നെ ടീച്ചറുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു വലിയ സാക്ഷ്യമായി ഞാൻ മനസ്സിലാക്കുന്നു. ടീച്ചർ സാറും മകളെ വളർത്തുന്നതിനെ കുറിച്ച് എനിക്ക് ഒരു വാക്ക് പറയാതെ പോകാൻ പറ്റില്ല. ഒരിക്കലൊരു വീടും മീവൻ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഈ യാഗപീഠത്തോട് ചേർത്ത് ഈ ബലിപീഠത്തോട് ബന്ധിച്ചാണ് ടീച്ചർ തന്റെ മകളെ വളർത്തുന്നത് എന്നുള്ളതിൽ നിങ്ങൾ രണ്ടുപേർക്കും അഭിമാനിക്കാം, സന്തോഷിക്കാം. യുവജന പ്രസ്ഥാനത്തിന്റെ ഏത് പരിപാടിയിലായാലും കൊയറിലായാലും പ്രിയ മരിയൻ ഇവിടെ തന്നെയുണ്ട്. നമ്മളെപ്പോൾ ഈ പള്ളിയുടെ പരിസരത്ത് വന്നാലും അവർ 3 പേര് ശരിക്കും പറഞ്ഞാൽ ഒരു ഗാർഹിക മിനിസ്ട്രിയാണ് ഇവിടെ അനുഷ്ഠിക്കുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ടീച്ചറിന് വചനവിചിന്തനത്തിനായി പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിക്കുന്നതിനായി പ്രാർത്ഥിച്ചുകൊണ്ടും പരിശുദ്ധയും മാതാവിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടും ഏറെ സന്തോഷത്തോടെ ടീച്ചറിനെ വചനവേദിയിലേക്ക് ആനയിക്കുന്നു. കൂടാതെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, കൊച്ചച്ച, ശമാശൻ, സിസ്റ്റർ, പ്രിയ ഇടവക അംഗങ്ങളെ, 8 നോമ്പിൻ്റെ 5-ാം ദിവസമായി ഇന്ന് എനിക്ക് വിചിന്തനത്തിനായി കിട്ടിയിരിക്കുന്ന വേദവാക്യം ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ദൂതന്റെ അറിയിപ്പ് പ്രകാരം മറിയത്തെയും കുഞ്ഞിനെയും കാണാൻ ആട്ടിടയന്മാർ പോകുന്ന സംഭവമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ ആദ്യം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ജോസഫും പൂർണ്ണഗർഭിണിയായ മറിയവും നസ്രത്തിൽ നിന്ന് ബേതൽഹേമിലേക്ക് യാത്ര തിരിക്കുന്നു. പേരെഴുതിക്കുന്നതിനായി യാത്ര തിരിക്കുന്നു. പോകുന്ന അവസരത്തിൽ കഴുതക്കുട്ടിയുടെ പുറത്തായിരുന്നു യാത്ര. നന്നേ ക്ലേശകരമായ യാത്രയാണ്. മറിയം ബേതൽഹേമിലെത്തുമ്പോഴേ പ്രസവ സമയം അടുത്തു. അവൾ കുഞ്ഞിനെ കാലിത്തൊഴുത്തിൽ പ്രസവിക്കുന്നു. ഇവിടെ എളിമയുടെയും താഴ്മയുടെയും ഒരു രംഗമാണ് നാം ഇവിടെ കാണുന്നത്. മറിയത്തിന് കാലിത്തൊഴുത്താണ് മറിയം തിരഞ്ഞെടുത്തത്. അങ്ങനെ കുഞ്ഞിനെ പിള്ളക്കച്ചകൾ കൊണ്ട് ചുറ്റി പശുത്തൊട്ടിൽ പുൽത്തൊട്ടിൽ കിടത്തി. ഈ സമയത്ത് നമുക്ക് ദൈവപുത്രൻ്റെ അമ്മയായ കന്യകാമറിയത്തിൻ്റെ ജനനം കൂടി ഒന്ന് സ്മരിക്കാം. യോവാക്കീം അന്ന ദമ്പതികൾക്ക് പ്രായമേറെയായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഇസ്രായേൽ ദേശത്ത് കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അപരാധവും നിന്ദയുമായി കരുതിയിരുന്ന കാലം. യോവാക്കീം ഒരിക്കൽ കാഴ്ച സമർപ്പണത്തിന് പോകുമ്പോൾ ഒരാളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇസ്രായേലിനൊരു സന്തതിയെ കൊടുക്കാൻ കഴിയാത്ത നിനക്ക് നിന്റെ ബലിയർപ്പണം എങ്ങനെ ദൈവം സ്വീകരിക്കും? വിഷമിച്ച് യോവാക്കീം ഇറങ്ങിപ്പോകുന്നു. എന്നിരുന്നാലും ദൈവം അന്നയുടെ പ്രാർത്ഥന കേട്ടു. അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു. ആ പെൺകുഞ്ഞാണ് വിശുദ്ധ കന്യകാമറിയം. 3 വയസ്സുവരെ മാതാപിതാക്കളോടൊപ്പമായിരുന്നു. അതിനുശേഷം 12 വയസ്സുവരെ ജെറുസലേം ദേവാലയത്തിലും ശുശ്രൂഷയിലും ഒക്കെ കഴിഞ്ഞുകൂടി. ആ
മാതാവാണ് പരിശുദ്ധ കന്യകാമറിയം. അതായത് ദൈവപുത്രന്റെ മാതാവാകാൻ പരിശുദ്ധ കന്യകാമറിയത്തിനെ ദൈവം നേരത്തെ ഒരുക്കി. ദൈവപുത്രന്റെ ആഗമനം അറിയിക്കുന്നത് ബൈബിളിൽ പറയുന്നത് പോലെ ആദ്യം അറിയിക്കുന്നത് ഇടയന്മാരെയാണ്. വലിയ സ്ഥാനങ്ങളോ ബഹുമതികളോ ഒന്നുമില്ലാത്ത പാവം മനുഷ്യരായിരുന്നു ആട്ടിടയന്മാർ. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്കും അവഗണിക്കപ്പെട്ടവർക്കുമാണ് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുന്നതെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പഴയ നിയമത്തിൽ പല ഉദാഹരണങ്ങളും ഇതുണ്ട്. ആബേൽ, യാക്കോബ്, ജോസഫ്, മോശ, ദാവീദ് ഇങ്ങനെയുള്ളവരെയെല്ലാം ദൈവം ഒരുക്കിയതാണ്. അവരെയെല്ലാം ദൈവം ഉയർത്തി. ദൂതൻ വീണ്ടും സംസാരിക്കുന്നു. ലൂക്കാ 2:9. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പതിഞ്ഞു. അതായത് അഗ്നി പ്രവഹിക്കുന്നത് പോലെയുള്ള ഒരു പ്രകാശം അവരുടെ ദേഹത്ത് പതിച്ചു. പുറപ്പാട് 40:35 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: മോശയ്ക്ക് സമാഗമന കൂടാരത്തിൽ കടക്കാൻ കഴിഞ്ഞില്ല. അത് സമാഗമന കൂടാരത്തെ അഗ്നി പോലെ ജ്വലിക്കുന്ന ഒരു മേഘം പൊതിഞ്ഞു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മഹത്വം അവിടെ നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ടാണ് മോശയ്ക്ക് സമാഗമന കൂടാരത്തിലേക്ക് അടുക്കാൻ സാധിക്കാത്തത്. അതുപോലെ ഇവിടെ ഇടയന്മാരുടെ ദേഹത്തേക്കും പ്രകാശം, അഗ്നി ജ്വലിക്കുന്ന പോലെയുള്ള പ്രകാശം പതിച്ചു. അവർ അത്ഭുതപ്പെട്ടു. എന്തായിരിക്കാം സംഭവം? അവർ വിസ്മയിതരായി. എന്നാൽ ദൈവം വീണ്ടും അവരോട് സംസാരിച്ചു. ലൂക്കാ 2:10. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു കുഞ്ഞ് പിറന്നിരിക്കുന്നു. സമാന്തര സുവിശേഷൻ ലൂക്ക മാത്രമാണ് രക്ഷകൻ എന്ന പദം ഉപയോഗിക്കുന്നത്. മാനവകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് വീണ്ടെടുക്കാനുള്ള ദൗത്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ക്രിസ്തു സംഭവത്തോടെ ആഗതമാകുന്ന സമാധാനം ദൈവകൃപയുടെ ഫലമാണ്. യേശു ഇന്നും നമ്മുടെ മധ്യേ ജനിക്കുന്നുണ്ട്. അതായത് എല്ലാ ദിവസവും നമ്മൾ സഭയിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഈ ദൈവത്തെ ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നു. ഈശോ നമ്മുടെ മനസ്സിൽ എന്നും ജനിക്കുന്നുണ്ട്. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും കുഞ്ഞിനെയും കണ്ടു. അതായത് തിടുക്കത്തിൽ ആട്ടിടയന്മാർ ഈ അറിവ് ദൂതന്മാർ അറിയിച്ചത് കേട്ടതിന് ശേഷം അവർ വേഗം, ആടിനെ നോക്കുന്നില്ല, ആ ചെന്നായ്ക്കൾ കൊണ്ടുപോകുമായിരിക്കും, ഇതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. അവർ വേഗം ജീസസിനെ, അതായത് ഈശോയെ കാണാനായിട്ട് പോകുന്നു. അങ്ങനെ അവർ പോയി അവിടെ ചെന്നു 3 പേരെയും കൂടെ കാണുന്നത്. അമ്മയും കുഞ്ഞിനെയും അപ്പനെയും കൂടെ കാണുന്നു. തിരുക്കുടുംബം എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവർ ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരോടും സംസാരിച്ചു. ദൂതൻ പ്രത്യക്ഷപ്പെട്ടതും ഇങ്ങനെ അഗ്നി പോലെ പ്രകാശമുണ്ടായതും എല്ലാം എല്ലാവരോടും സംസാരിച്ചു. അവരെല്ലാം അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതായത് മറിയം ഒന്നും സംസാരിക്കുന്നില്ല, അവൾ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് ചെയ്തത്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും ദൈവം അവൾക്ക് നേരത്തെ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അവൾ ദൈവത്തോടൊപ്പമായിരുന്നു, ദൈവം അവളോടൊപ്പമായിരുന്നു. ഇങ്ങനെ ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ആസ് ഫോർ മേരി ഷീ ട്രഷേർഡ് ഓൾ ദീസ് മെസ്സേജസ് ആൻഡ് കണ്ടിന്യൂലി പോണ്ടേർഡ് ഓവർ ദം. അതായത് എല്ലാ വചനങ്ങളും വചസ്സുകളും അവൾ മറിയത്തിൻ്റെ ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിച്ചു. അതിനുശേഷം അവളത് ഗാഢമായി അതിനെക്കുറിച്ച് ധ്യാനിച്ചു. പക്വതയാർന്ന ഒരു സ്ത്രീയുടെ ഭാവമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ വചനഭാഗത്തിൻ്റെ അന്തരാർത്ഥം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമുക്കും ധ്യാനിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൽ ആകമാനം മുഴങ്ങുന്ന ഒരു ആഹ്ലാദ ധ്വനിയാണ് ദൈവത്തിന് സ്തുതി. ഇവിടെ ആട്ടിടയന്മാർ ദൈവത്തിന് സ്തുതി അർപ്പിച്ചു. നമുക്കും ദൈവത്തിന് സ്തുതി അർപ്പിക്കാൻ എത്രയെത്ര കാര്യങ്ങളുണ്ട്. നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും വേണ്ടി ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ദൈവത്തിന് സ്തുതി അർപ്പിക്കണം. നമുക്കും ദൈവത്തിന് സ്തുതി അർപ്പിക്കാം. വിശുദ്ധ കന്യകാമറിയത്തിന് പ്രത്യേക പദവികളോ സ്ഥാനമാനങ്ങളോ ഒന്നുമില്ലായിരുന്നു. എളിയവരിൽ എളിയവളായി അവൾ ജീവിച്ചു. അമ്മയുടെ ഭക്തിയുടെ രൂപവും സ്വയം പരിത്യാഗത്തിൻ്റെ രൂപവും സഹനവുമാണ് നമ്മളിവിടെ ദർശിക്കുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നപ്പോൾ അമ്മയുടെ സാന്ത്വനഭാവവും, ശിഷ്യരുടെ കാൽപാദങ്ങൾ ദൈവപുത്രൻ കഴിയപ്പോൾ അമ്മയിലൂടെയുള്ള ശുശ്രൂഷയുടെ ഭാവവും നമ്മളിവിടെ കാണുന്നു. ബേത്ലഹേം മുതൽ ഗോകുൽത്ത വരെ, അതായത് ജനനം മുതൽ മരണം വരെ, ഫിയാത്ത് മുതൽ
പിയാത്ത വരെയുള്ള രംഗങ്ങൾ, സഹനങ്ങളിലൂടെ അമ്മ കടന്നു പോകുമ്പോൾ കാലിടറാതെ നടന്നു നീങ്ങിയ അമ്മയെ നമുക്ക് സ്വന്തമാക്കാം. വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ടവളാണ് പരിശുദ്ധ അമ്മ. മാതാവിനോടുള്ള ഭക്തി എല്ലാ കാലത്തും എന്നും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എൻ്റെ ജീവിതത്തിലും അത്ഭുതകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദീർഘനാൾ കുട്ടികളില്ലായിരുന്ന ഞങ്ങൾക്ക് അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഒരു കുട്ടിയുണ്ടായത് പരിപൂർണമായി ഞാൻ വിശ്വസിക്കുന്നു. 2002 മരിയൻ വർഷമായിരുന്നു. ആ വർഷമാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായത്. ആ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കുട്ടിക്ക് മരിയൻ എന്ന് പേരിട്ടു. ഇന്ന് അവൾക്ക് പരിശുദ്ധ കുർബാനയിൽ സഹകരിക്കാനും മറ്റ് ദൈവജനത്തോടുകൂടി ചേർന്ന് ഗാനങ്ങൾ ആലപിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും ദൈവം കൃപ കൊടുത്തു. നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ ലഭിക്കുന്നതിനും ഈ തിരുനാളിൽ എല്ലാവർക്കും സഹായിക്കട്ടെ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ എനിക്കൊരു അവസരം നൽകിയ വികാരി അച്ഛനോടും MCMF അംഗങ്ങളോടും എന്നെക്കുറിച്ച് സിന്ധു പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നന്ദി. എല്ലാവരോടുമുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. നന്ദി. ഇന്ന് നമുക്ക് വേണ്ടി വചനവിചിന്തനം നൽകിയത് ശ്രീമതി അന്നമ്മ ജോണാണ്. എല്ലാവർക്കും വളരെ സുപരിചിതയാണ്. സ്വാഗത പ്രസംഗത്തിൽ തന്നെ ശ്രീമതി സിന്ധുടായി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു. ഒരു ദിവസം വളരെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ അട്ടിടയന്മാർ ഇപ്രകാരം സമൂഹത്തിൽ വളരെ ഒരു താഴ്ന്ന നിലയിൽ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ആട്ടിടയന്മാരെ ഇപ്രകാരം ദൈവമെടുത്ത് ഉയർത്തി എന്നതിനെക്കുറിച്ച് പരിശുദ്ധ അമ്മയുടെയും ആട്ടിടയന്മാരുടെയും ഔസപിതാവിൻ്റെയും യേശുവിൻ്റെ ആ ഒരു ജനത്തിൻ്റെ ആ ഒരു സംഗമത്തെ തിരുകുടുംബവുമായി ചേർത്ത് വെച്ചുകൊണ്ട് വിചിന്തനത്തിന് വേണ്ടി ആ ഒരു രീതിയിലൂടെ നമ്മുടെ മനസ്സിനെ ആ ഒരു ചിന്തകളിലൂടെ നയിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ പരിശുദ്ധ അമ്മ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വളരെ ശാന്തശീലിയായി നിന്നിരുന്ന ആ ഒരു അമ്മയെ നമുക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് വചനത്തെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് വളരെ ശാന്തമായ രീതിയിൽ എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുന്ന ഒരു അമ്മയെ നമുക്ക് പരിചയപ്പെടുത്തി. അതോടൊപ്പം തന്നെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ ആ ഒരു അനുഭവത്തെ പരിശുദ്ധ അമ്മയുമായി ചേർന്ന് നിന്നുകൊണ്ട് താൻ ലഭിച്ച ആ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യമായി ഇവിടെ നമ്മുടെ ശ്രീമതി അന്നമ്മ ഇവിടെ നമുക്ക് പങ്കുവയ്ക്കുകയുണ്ടായി. ഈ ഒരു ദിവസം 5-ാം ദിവസം എല്ലാവരുടെയും പേരുള്ള പ്രത്യേകമായ നന്ദിയും അതോടൊപ്പം തന്നെ അഭിനന്ദനങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. എല്ലാവിധ അധ്യാപകന്മാർക്കും പ്രത്യേകമായ ആശംസകൾ. അതുകൂടാതെ തന്നെ സുവിശേഷം വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ജീവിച്ച് കാണിച്ച് മാതൃക തന്ന വിശുദ്ധ മദർ തെരേസയുടെ തിരുനാളാണെന്ന് ഈ ഒരു തിരുനാളിൻ്റെതുമായ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു. നമുക്ക് ആശീർവാദത്തിനായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെ പേരും ഓരോരുത്തരുടെ വ്യക്തിപരമായ നിയമങ്ങളുടെ മേലും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും നല്ല ദിവസം.